നമസ്കാരം. ഓപ്പുലൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡിസ്കഷൻ ഫ്രാഞ്ചൈസി ഡിസ്കഷനാണിത്. നമുക്ക് ആദ്യം തന്നെ ഓപ്പുലൻസ് ടെക്നോളജീസിൻ്റെ കാര്യങ്ങളും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഓപ്പുലൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CEO ആണ് റഷീദ് മുഹമ്മദ്. ടെക്നോ സയൻറ്റിസ്റ്റാണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ടല്ല, കമ്പനിയുടെ ബേസിൽ സ്വന്തമായിട്ടെന്ന് തന്നെ പറയാം, സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ടും CWRDM പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് സഹകരിച്ച്, റിസർച്ച് സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ അല്ലാതെയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പോലെ, അതുപോലെ തന്നെ ഇത് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, നമുക്കതിനെക്കുറിച്ചൊക്കെ പറയാം. നമ്മൾ ഇവിടെ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ഒരുപാട് വിദേശത്തും ഇവിടെയൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ദുബായിൽ, കുവൈറ്റിൽ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 2010 മുതൽ സംരംഭം നടത്തി വരുന്നു. അതുപോലെ തന്നെ വിവിധ തലത്തിലുള്ള ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് സ്കൂൾ, ഹൈസ്കൂൾ കുട്ടികൾ മുതൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, സയൻറ്റിസ്റ്റൊക്കെ വരെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഈ ഒരു ഇത് ഓപ്പുലൻസ് ടെക്നോളജീസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പം നമുക്ക് അബൌട്ട് ഓപ്പുലൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് കമ്പനിയാണ്. 15 വർഷത്തോളമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇന്നോവേറ്റ് ബിയോണ്ട് ലിമിറ്റേഷൻ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ലിമിറ്റേഷൻ ഇല്ല. എന്താണോ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിലൊരു പ്രൊഡക്റ്റ് വേണം, അത് വേണമെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിന് ഏതൊക്കെ ടെക്നോളജിയാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. അത് ഫേംവെയർ ഡെവലപ്മെൻറ്റ് മുതൽ ഹാർഡ്വെയർ, അങ്ങനെ സെൻസർ ബേസ് ചെയ്തിട്ടുള്ളതും, അതുപോലെ തന്നെ ഇങ്ങനെ എന്തൊരു റിക്വയർമെൻ്റ് ആണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്തൊരു ഐഡിയ ഉണ്ടെങ്കിലും നമുക്കതൊരു പ്രൊഡക്റ്റ് ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരുപാട് CWRDM പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പാറ്റൻറ്റഡ് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇതുവഴി ഫ്രാഞ്ചൈസി വഴി വിൽക്കാനും മാർക്കറ്റിംഗ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, CCTV ക്യാമറ എല്ലാം ഉണ്ട്. നമുക്കതിലേക്ക് പോകാം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. CCTV പ്രോഡക്ട്സ് ആൻഡ് ആക്സറീസ്. CCTV പ്രോഡക്ട്സുകളാണ് ഇപ്പോൾ പറയുന്നത്. CCTV പ്രോഡക്ട്സ് ആൻഡ് ആക്സറീസ് എന്ന് പറയുമ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതിൽ CCTV പ്രോഡക്ട്സ് നമ്മൾ നിർമ്മിക്കുന്ന പ്രോഡക്ട്സുകൾ, നമ്മളെ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളെ റെഫറൻസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പം CCTVക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്സറീസും അവൈലബിൾ ആണ്. അത് നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസി ത്രൂ ആണ് വിൽക്കുക. പിന്നെ CCTV പ്രോഡക്റ്റുകൾ നമ്മൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ഈ ഫ്രാഞ്ചൈസി വഴി ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വിൽക്കുക. അതാണ് ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഹോം ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. ഹോം ഓട്ടോമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹോം ഓട്ടോമേഷൻ എന്താണ്, ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത്. അതുപോലത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ്, ക്യാമറ അല്ലാത്ത ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. ബാങ്കിനൊക്കെ യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി സിസ്റ്റംസ്. അതുപോലെ തന്നെ വീടുകളിലൊക്കെ, ചില വീടുകളിലൊക്കെ ഇപ്പോഴും IR ഫെൻസിങ് പോലെയുള്ള നൂതന സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. IR ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത IR ഫെൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെൻസിങ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫെൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ വിവിധ തരത്തിലുള്ള അലേർട്ടുകളും, ഈവൻ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ആരെ നമ്പറിലേക്കാണോ നമ്മൾ കോള് അല്ലെങ്കിൽ ഇത് ചെയ്തു വെച്ചത് അതിലെ നമ്പറിലേക്ക് കോള് പോവുകയും അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റുന്ന സിസ്റ്റംസ്, അങ്ങനെയുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ. അങ്ങനെ പിന്നെ അതുപോലെ സ്മാർട്ട് ലോക്കുകൾ, ഓട്ടോമാറ്റിക് ഗേറ്റുകൾ,
ഓട്ടോമാറ്റിക് ഷട്ടറുകൾ, ഓട്ടോമാറ്റിക് കർട്ടനുകൾ, ഹോമിന് വീട് ഇപ്പം ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് തരത്തിലാണെങ്കിലും സ്മാർട്ട് ഗ്ലാസ്സുകൾ, നമ്മൾ കാഴ്ചയിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, നേരെ മറിച്ച് അത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓപ്പക്കാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രൊഡക്റ്റുകളല്ല, സൊല്യൂഷൻസ്. നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് സൊല്യൂഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് ഹോം ഓട്ടോമേഷനും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും ചെയ്തു കൊടുക്കാൻ പറ്റും. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓട്ടോമേഷൻ, അതിൽ എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പം പിന്നെ അതുപോലെ തന്നെ IoT സൊല്യൂഷന്, റോബോട്ടിക് ഇൻ്റഗ്രേഷന്, അതൊക്കെ ആയിട്ട് എന്താണെങ്കിലും ഏതൊരു ടെക്നോളജിയിലാണെങ്കിലും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഓപ്പലൻസ് ഇതിൻ്റെ കൂടെ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാറ്റൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളുണ്ട് ഓപ്പലൻസിൻ്റെ. അതായത് CWRDയുമായിട്ടൊക്കെ വർഷങ്ങളെടുത്ത് സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്ത സിസ്റ്റംസ് ഉണ്ട്. അപ്പം അതിലൊരെണ്ണമാണ് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ബേസിക് ആയിട്ട് ഇറിഗേഷൻ മുതൽ വെള്ളം നനയ്ക്കുന്നത് മുതൽ, അപ്പോൾ ഒരു ഗാർഡനോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ചെടികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഒരു നിശ്ചിത സമയത്തിൽ അല്ലെങ്കിൽ മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ അളവ് സെൻസ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഇറിഗേഷൻ ചെയ്യുക, നനയ്ക്കുക. അത് ഫാമിങ്ങിലേക്ക് പോകുമ്പം പലതരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുണ്ടാവും. തിരിനന ഉണ്ടാവും, പോപ്പപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ മിസ്റ്റ് ഉണ്ടാവും, ഫോഗർ ഉണ്ടാവും. എന്താണോ വേണ്ടത് ഒരു പ്ലാന്റിന് അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഉള്ളൊരു ഏരിയയിലാണെങ്കിൽ അവിടെ എന്തൊക്കെയാണോ വേണ്ടത് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ. ഇനി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസിലാണെങ്കിൽ, ഒരു ഗ്രീൻ ഹൗസിലാണെങ്കിൽ അതിൻ്റെ വെതർ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ നമ്മുടെ കേരളത്തിലെ വെതറിൻ്റെ സാഹചര്യം അല്ല, വേറെ എന്തെങ്കിലും പുറത്തുള്ള വെതറിൻ്റെ ടൈപ്പ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് വിവിധ തരം ക്രോപ്പുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അതായത് വെതർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ, അതിലുള്ള ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, മോയ്സ്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള എല്ലാ സൊല്യൂഷൻസും. അത് കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, ഫെർട്ടിലൈസറും, അതായത് നമുക്ക് ആവശ്യമുള്ള ലവണങ്ങൾ NPK ആണെങ്കിൽ ഏതാണോ കുറവ് അതിനനുസരിച്ച് നമുക്ക് ചെടിക്ക് ആവശ്യത്തിനനുസരിച്ച് റെക്കമെൻഡേഷൻ അനുസരിച്ച് കൊടുക്കാൻ സപ്ലൈ ചെയ്യുന്ന സിസ്റ്റം. അതായത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ്, ഒരു ക്ലോസ്ഡ് ഫാം ആവട്ടെ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഫാം ആവട്ടെ, ഏതാണെങ്കിലും അതിനും പ്രത്യേകിച്ച് നമുക്ക് ലിമിറ്റേഷൻ ഒന്നുമില്ല. അപ്പം അതൊരു പ്രൊഡക്റ്റാണ്, അത് നമുക്ക് ചെയ്യാം. അതെല്ലാം ഇതാണ് നമുക്ക് വരുന്ന എൻക്വയറിക്ക് അനുസരിച്ച് നിങ്ങൾ ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച്, ലോക്കൽ റെപ്രസെൻറ്റന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫ്രാഞ്ചൈസി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ തന്നെ ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ ഉണ്ട്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇതിൻ്റെയൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതുപോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ഇതെല്ലാം മൊബൈൽ വഴി കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ഇതെല്ലാം നമ്മളൊക്കെ ചെയ്തതെല്ലാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ക്യാമറ ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അതുപോലെ തന്നെ സ്മാർട്ട് വെൻഡിങ് സൊല്യൂഷൻസ്, നമ്മൾ ഇപ്പം ഹണി അല്ലെങ്കിൽ മിൽക്ക്, ഇനി എന്തോ ആകട്ടെ, ചായ, പഴംപൊരിയോ എന്ത് സംഭവമാകട്ടെ, നമുക്ക് സിമ്പിളായിട്ട് സ്കാൻ ചെയ്തിട്ട്, ഒരു 10 രൂപയ്ക്ക് സ്കാൻ ചെയ്തിട്ട് ചായ മേടിക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് സ്കാൻ ചെയ്തിട്ട് പഴംപൊരി മേടിക്കുന്ന ഒരു സിസ്റ്റം, അങ്ങനെയുള്ള അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇത് ഇതിനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് CCTV എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നന്നായിട്ട് ബൂം ചെയ്യുന്നതാണ് കസ്റ്റമർ സെക്യൂരിറ്റി സിസ്റ്റം. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ച് പറയാന്നുള്ളതാണ്. പ്രൊജക്റ്റിനൊരു റേഞ്ചില്ല, പ്രത്യേകിച്ച് ഒരു റേഞ്ചില്ല. പുതിയ പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പം അതുപോലെയുള്ള ഇപ്പം സ്കാൻ ചെയ്തിട്ട് ഇത് ചെയ്യുന്ന സിസ്റ്റം, സ്കാൻ ചെയ്തിട്ട് ഇലക്ട്രിക് വണ്ടികളൊക്കെ ചാർജ് ചെയ്യുന്ന സിസ്റ്റം, ലോ കോസ്റ്റ്. ഏതൊരു ഹോട്ടലിലും ഏതൊരു സ്ഥലത്തും ഏതൊരു ഇതും എവിടെയാണെങ്കിലും റിസോർട്ടിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ ഇപ്പം ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് സ്കാൻ ചെയ്തിട്ട് 100 രൂപയ്ക്കാണ് 100 രൂപയ്ക്ക് ചാർജ് ചെയ്ത് പോവാം.
അല്ലാതെ നമ്മളിപ്പോൾ പിന്നെ നമ്മളെ ഒരു ഹോട്ടലിൽ ഒരു വണ്ടി നിർത്തിയിടുമ്പോൾ നമ്മളത് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഏണിങ്ങുമായി അതൊരു ഫെസിലിറ്റിയുമായി അങ്ങനെയുള്ളൊരു സിസ്റ്റം. അങ്ങനെ വേണ്ട ഈ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ നമുക്ക് ഡിറ്റർജൻറ്റ് ലിക്വിഡ് സ്കാൻ ചെയ്ത് വാങ്ങുന്ന സിസ്റ്റം, വെൻഡിങ് സിസ്റ്റം, മിൽക്ക് വെൻഡിങ് സിസ്റ്റം, ഫ്രഷ് ജ്യൂസ് വെൻഡിങ് സിസ്റ്റം, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ സ്റ്റോക്ക് എടുക്കുകയോ നിങ്ങൾ ചെയ്യുകയോ ഒന്നും വേണ്ട. ഇങ്ങനെയുള്ളൊരു ഇത്രയും ആവശ്യങ്ങൾ നമ്മൾ വരുമ്പം, റിക്വയർമെൻറ്റ് വരുമ്പം അവരുടെ അടുത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരും. ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ്. ടെക്നിക്കൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിൻ്റെതായ ടീമുകളുണ്ട്, അവർ മാനേജ് ചെയ്തോളും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോഡക്റ്റുകളെല്ലാം CCTV അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ഡയറക്റ്റ് സപ്ലൈ ടു ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽ, അതായത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റും. താലൂക്ക് അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെയൊക്കെ ടെക്നീഷ്യന്മാരുണ്ടാവും, അവർക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ ക്യാമറകളും അതിൻ്റെ ആക്സറീസും അതിൻ്റെ സാധനങ്ങളും ഒക്കെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. പിന്നെ ബൾക്ക് ഓർഡേഴ്സിന് നല്ല പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഹൈ ഡിമാൻഡ് ഇൻ മാർക്കറ്റിൽ ഡിമാൻഡുള്ള, നന്നായിട്ട് ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത് പ്രോജക്റ്റ് ആൻഡ് സർവീസസ് ആണ്. നമ്മളിപ്പം സാധനം വിൽക്കുക മാത്രമല്ല, ഒരു 4 ക്യാമറ ഒരാളുടെ വീട്ടിൽ വെക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ ഇത്രയും ക്യാമറകൾ വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് എടുത്തിട്ട് ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പം അതാണ് വരുമാനം. ഒരു സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ സെയിലിന് അത്രത്തോളം നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. നേരെ മറിച്ച് പ്രോജക്റ്റുകൾക്ക് അത് നമുക്ക് എത്രയും പ്രൊജക്റ്റുകൾ പിടിക്കാം, നമുക്ക് അതിനനുസരിച്ചുള്ള മാർജിൻ ഉണ്ടാവും. അപ്പം ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ എന്തിനാണ് ഫ്രാഞ്ചൈസി? ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഫുള്ളായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ഉണ്ടാകും. അതായത് അവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സൊക്കെ, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലുള്ള മെയിനായിട്ടുള്ള പ്രശ്നം, നമ്മളിപ്പോൾ വിദേശത്തായിരിക്കും, ഞാനിപ്പം വിദേശത്താണെന്ന് വെക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് അതിൻ്റെ കണക്കുണ്ടാവില്ല, അതെന്താ നടക്കുന്നതെന്ന് അറിയില്ല, ദൈനംദിന ഡീറ്റെയിലുകൾ അറിയില്ല, എത്ര പേര് വിളിച്ചു എന്നറിയില്ല, ഞങ്ങൾ എത്ര ലീഡ് ഇവർക്ക് കൈമാറിയിട്ട് അവരൊക്കെ വിളിച്ചോ പോയി നോക്കിയോ ഒന്നും അറിയില്ല. നമ്മൾ അവിടെയുള്ള ഇരിക്കുന്ന ആരാണോ അവർ പറയുന്നത് വിശ്വസിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ERP CRM ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഡെയിലി നമുക്ക് വരുന്ന മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യും. മാർക്കറ്റിങ്ങിൽ വരുന്ന ഓരോ ഏരിയയിലേക്കും വരുന്ന ലീഡുകൾ ഞങ്ങൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ട് അവിടെ നിന്നാണത്, നിങ്ങളാണത് ഇത് ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫോളോ അപ്പുകൾ ഉണ്ടാവും എങ്കിലും ലോക്കൽ പ്രസൻസ് ആണ് നമുക്കിതിന് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസിക്ക് നോക്കുന്നത്. ലോക്കൽ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂ. അപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇതിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എല്ലാ രീതിയിലും എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എല്ലാ സംഭവങ്ങളും, അതിൽ എത്ര ലീഡ് വന്നിട്ടുണ്ടോ, എത്ര സംഭവങ്ങളുണ്ടോ, ഇതെല്ലാം നമുക്ക് ഇന്ന് വന്ന ലീഡുകൾ, ആരൊക്കെ വിളിച്ചു, അവരെന്താണ് പറഞ്ഞത്, അവരെ നെക്സ്റ്റ് വിളിക്കേണ്ടത് എപ്പോഴാണ്, എല്ലാ സംഭവങ്ങളും നമുക്ക് ആ ഒരു സിസ്റ്റം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലായിരിക്കും നമ്മുടെ ബിസിനസ് ഉണ്ടാവുക. ഇതിൽ നമുക്ക് ഇവിടെയുള്ള ഒരു പ്രസൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ വിദേശത്താണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ബിസിനസ് നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റും. ട്രെയിനിങ് ആൻഡ് സപ്പോർട്ടിൽ ഓൺ ബോർഡിംഗ് പ്രോസസ് ഫോർ ന്യൂ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ്, നമുക്ക് ഓൺ ബോർഡിംഗ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് സെയിൽസ് ട്രെയിനിങ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒരാൾ എന്തായാലും അവിടെ വേണം. അത് ഓണർ ആവാം അല്ലെങ്കിൽ സ്റ്റാഫ് ആവാം. അവർക്ക് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ടാവും.
മാർക്കറ്റിംഗ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യമായിരിക്കും കാര്യമായിട്ട് അറിയാണ്ടാവുക. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, ഇതിന് നന്നായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും നമ്മുടെ ഭാഗത്തുനിന്ന്. പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ്, പിന്നെ ആൾക്കാർ റെഫർ ചെയ്തെന്ന മാർക്കറ്റിംഗ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റിംഗ് ലീഡുകൾ വരുമ്പോൾ, നിങ്ങളുടെ ഏരിയയിലേക്കുള്ള ലീഡുകൾ നമ്മൾ അന്നന്ന് തന്നെ നിങ്ങളുടെ സെയിൽസ് പേഴ്സണ് അസൈൻ ചെയ്യും. അപ്പോൾ ഇന്ന് ഇന്ന സ്ഥലത്തുനിന്ന് ഇത്ര പേര് വിളിച്ചിട്ടുണ്ട്, ഇത്ര പേർക്ക് ഇത്ര റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് അവർ പോയിട്ട് അവർക്ക് എവിടെയാണ് ക്യാമറ വെക്കാനുള്ളത്, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഓട്ടോമേഷൻ പ്രൊഡക്റ്റുകൾ എവിടെയാണ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അവരെ നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം, അവരെ ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ അത് മാത്രമല്ല, ഒരു ലോക്കലിലെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ, ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ഫ്രാഞ്ചൈസിയെ കൂടി പ്രൊമോട്ട് ചെയ്യും. ഇന്ന ഒരു ഫ്രാഞ്ചൈസി നമ്മൾ അനൗൺസ് ചെയ്യുകയും ആ ഒരു ഫ്രാഞ്ചൈസിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലീഡുകൾ കിട്ടിക്കോളും. ലീഡുകൾ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ലീഡുകൾ അങ്ങനെ തന്നെ കൺവേർട്ട് ചെയ്യുക. അപ്പം അത് ഫോളോ അപ്പ് ചെയ്യേണ്ടതും അത് സെയിൽസിലേക്ക് മാറ്റേണ്ടതും ലോക്കൽ ആരാണോ ഉള്ളത്, ഓതറൈസ്ഡ് ആരാണോ അവിടെ സെയിൽസിൻ്റെ ഇത് ചെയ്യുന്നത്, അവർക്കാണ് അതിൻ്റെ ഇത് വരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യും. എന്തായി, ഫോളോ അപ്പ് എന്താണ്, നെക്സ്റ്റ് വിളിക്കേണ്ട സമയത്ത് വിളിച്ചോ. ഒരാൾ ചിലപ്പം വിളിക്കുക, അയാളുടെ വീട് പണി ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മൾ ആഡ് കാണുന്നത്. അപ്പോൾ അയാളുടെ വീട് പണി നടക്കുന്നുണ്ടാവും, 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും അയാൾക്ക് ശരിക്കുള്ള റിക്വയർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആൾ പറയും, എനിക്ക് 6 മാസം കഴിഞ്ഞിട്ട് മതി, ഞാൻ വിളിച്ചതാണ്. പക്ഷെ അത് നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതൊരു ലീഡാണ്. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു ലീഡാണ്. അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, അത് സ്റ്റോർ ചെയ്യുകയും അത് 6 മാസം കഴിഞ്ഞിട്ട് നമുക്കത് 6 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യണം. 6 മാസം കഴിഞ്ഞിട്ട് എനിക്കൊരു ഇന്ന ആളെ വീട്ടിൽ പോകാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുടെ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ മുന്നേ തന്നെ നമ്മൾ വിളിച്ചു നോക്കണം. ഇല്ലെങ്കിൽ അയാളോട് നമ്മളെ കാര്യം വിട്ടുപോയിട്ടുണ്ടാവും, നമ്മളായിട്ട് ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഓൾറെഡി ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത് എന്നുള്ളത് വളരെ സിമ്പിളാണ്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങളെ സെക്യൂർഡ് ഡിപ്പോസിറ്റ് ആണ്. ആ ഒരു 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് 3 ലക്ഷം വരെ ക്രെഡിറ്റ് ലിമിറ്റ് തരും. ഇതിൽ ഡെമോൺസ്ട്രേഷന് വെക്കുന്ന സാധനങ്ങൾ, ഇനീഷ്യൽ സ്റ്റോക്ക്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. പിന്നെ ആ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഡെഡ് സ്റ്റോക്ക് ആവില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യാം. ഈ സ്റ്റോക്ക് മാറ്റിയിട്ട് പോകുന്ന ഐറ്റംസ് ഏതാണോ അത് ചെയ്യാം. സ്റ്റോക്ക് വെക്കണമെന്നില്ല, നിർബന്ധമില്ല. ഡെമോൺസ്ട്രേഷൻ മാത്രം വെച്ചാൽ മതി. സ്റ്റോക്കിൻ്റെ കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്താൽ നാളത്തേക്ക് നമുക്ക് പ്രൊജക്റ്റിനൊക്കെ 2-3 ദിവസം അവകാശം കിട്ടും. കസ്റ്റമർ വന്ന് സാധനങ്ങൾ ഡെമോൺസ്ട്രേഷന് കാണുന്നു, ഇതാണ് വേണ്ടതെന്ന് പറയുന്നു. അതാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സാവകാശം ഉണ്ടാവും. ഇവനല്ല അത്യാവശ്യം പോകുന്ന ഐറ്റംസ് മാത്രം അവിടെ സ്റ്റോക്ക് വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. അത്രയും സേഫാണ്. വേറെ ഈ ഒരു 3 ലക്ഷം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു 3 ലക്ഷം നിങ്ങൾക്ക് സേഫാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റീഫണ്ടബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഇത് പോകുന്നത്, അപ്പം ഡെമോൺസ്ട്രേഷൻ്റെ പ്രൈസ് പോലും നമുക്ക് അതിൽ നിന്ന് ഈടാക്കില്ല. വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ നമ്മൾ ആ 3 ലാക്ക് നിങ്ങൾക്ക് തിരിച്ചു തരും. ടൈം പീരീഡ് ഉണ്ടാകും. നിങ്ങൾ ഇന്ന് ചോദിച്ചാൽ ഇന്നല്ല, ഒരു കാരണവശാലും നിങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരു ഇത് വരുന്നില്ല. പക്ഷേ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നതാണ്. കാരണം നിങ്ങൾ ഈ എമൗണ്ടിലേക്കായും കൂടുതൽ സ്റ്റോക്ക് വെക്കാനായിരിക്കും ശ്രമിക്കുക. കാരണം സെയിൽ കൂടുന്തോറും നമ്മൾ സ്റ്റോക്ക് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റോക്ക് കൂടുതൽ വെക്കുക ചെയ്യും. അപ്പം അതിനനുസരിച്ച് റിട്ടേൺ ഉണ്ടാകുമ്പം ആരാണെങ്കിലും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പം ആ രീതിയിലേക്കാണ് മുമ്പോട്ട് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള സംശയങ്ങളോ ഇതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ അവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ, നിങ്ങളുടെ പൈസ സേഫാണ്. അതുപോലെ തന്നെ മാർജിൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് സെയിൽസിൽ
അപ്പം ഹോൾസെയിൽ അല്ല, റീറ്റെയിൽ ആയിട്ടൊക്കെ വരുമ്പോൾ ഒരു 15% മുതൽ ഒരു 80% വരെ മാർജിൻ ഉണ്ടാവും ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ്. കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റുകൾക്ക് നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഹോൾസെയിൽ പ്രൈസിലൊക്കെ കൊടുക്കുമ്പോൾ മാർജിന് വ്യത്യാസം ഉണ്ടാവും. ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുമ്പം നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അത് ഒഴിച്ച് ബാക്കിയുള്ള ഒരു കോമൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് 15 to 80% ആണ്. പ്രൊജക്റ്റ് ബേസ്ഡ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 20% to 100% പ്ലസ് അതിലും വരും. അപ്പം ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ ഓൺ പ്രോഡക്റ്റിനൊക്കെ അത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 200 അത് നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നല്ല ഒരു, കാരണം അത് യുണീക്കാണ്, നമ്മൾ തന്നെയുള്ളൂ, വേറെ ആരും ഇല്ല. അപ്പം അതിന് പ്രത്യേകിച്ച് അത് വാല്യൂ ചെയ്യേണ്ടതും നമ്മളാണ്. അപ്പം അതൊരു സൊല്യൂഷനാണ്. അപ്പോൾ അതിന് എത്ര വാല്യൂ ഇടണം എന്നുള്ളത് ബേസ്ഡ് ഓൺ ക്ലയൻറ്റിനനുസരിച്ച് നമ്മളത് തീരുമാനിച്ച് ചെയ്യും. പിന്നെ ഫ്രാഞ്ചൈസിക്ക് എന്തൊക്കെ റിക്വയർമെൻ്റ് ആവേണ്ടതെന്നുള്ളത്, നമ്മുടെ ഫ്രാഞ്ചൈസി ആവാൻ വേണ്ടിയിട്ട് ഓഫീസ് സ്പേസ് വേണം, പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു സാധാ ഓഫീസ് സ്പേസ്, നമുക്ക് സാധാരണ ഏറ്റവും പോകുന്ന ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും ഡെമോൺസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ അതിൽ CCTV ക്യാമറകൾ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ളതാണെന്നൊക്കെ കാണാനും അത് അനുഭവിച്ചറിയാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ CCTV പ്രോഡക്റ്റുകളല്ലാത്ത ഹോം ഓട്ടോമേഷൻ, ഇപ്പം മൊബൈൽ ഉപയോഗിച്ചിട്ട് ലൈറ്റിങ്, ഫാനിങ്, AC അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓഫ് ആക്കുന്നതും ഓൺ ആക്കുന്നതും കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്യുന്നതും സ്കെഡ്യൂൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കതിൽ ഡെമോ വയ്ക്കാൻ പറ്റും. അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഒരു അറ്റൻഷൻ ഗ്രാബർ ഉണ്ടാവും. സാധാരണ എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് വിട്ടിട്ട് ഇത്ര എക്സ്പീരിയൻസ് സെൻറ്റർ ഉണ്ടാവുമ്പോൾ എന്നാലും ഒരു പുതുമ ഉണ്ടാവും ഏതൊരു സമയത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വെൻഡിങ് മെഷീനുകൾ, ഓട്ടോമേറ്റഡ് ATM സിസ്റ്റം, QR കോഡ് സ്കാൻ ചെയ്തിട്ടുള്ള ATM സിസ്റ്റം, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ വെൻഡിങ് നടത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡിറ്റർജൻറ്റ് ലിക്വിഡിൻ്റെ ഒരു വെൻഡിങ് മെഷീൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സ്പേസ് ഉണ്ടെങ്കിൽ അത് വെക്കാം. അതുവഴി സെയിലും നടക്കും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു താലൂക്കിലൊരു ലൊക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മളുടെ ലൊക്കേഷൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ആൾക്കാർക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം എന്നുള്ളത് മാത്രം. ആൾക്കാർ നിങ്ങൾ സിറ്റി തന്നെ വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല. കാരണം ഇതിന് ഞങ്ങൾ ലീഡുകൾ നമ്മൾ തരും. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഒരു ബിസിനസ് ആകുമ്പോൾ നിങ്ങളും ലീഡുകൾ ഉണ്ടാക്കുക, പക്ഷെ നമ്മൾ തരുന്ന ലീഡുകൾ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ നിങ്ങളെവിടെയാണോ അവിടേക്ക് വന്നോളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ വിരാഗോട്ടക്ക് എന്ന് പറഞ്ഞൊരു സംരംഭം എൻ്റെ വൈഫൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും കൂടി ഇത് ഉൾക്കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നു ഇപ്പോൾ 9 വർഷമായിട്ട് ചെയ്യുന്നു. അതിന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും ഒരുപാട് ക്ലയൻറ്റുകൾ നേരിട്ട് വന്നിട്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ എടുത്തു പോകുന്നുണ്ട്, ഓർഡർ ചെയ്യുന്നുണ്ട് വീണ്ടും. അപ്പോൾ ആദ്യത്തെ ആ ഒരു വരവിന് ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ലോക്കൽ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ വരുന്ന ലീഡുകൾ ഒരു പകുതിയും നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് സെയിലിലേക്ക് ആക്കാം. അങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു പ്രയത്നം, കൂട്ടമായിട്ടുള്ള ഒരു സാധ്യത, കൂട്ടമായിട്ടുള്ള ഒരു വളർച്ച എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബേസ്ഡ് ഓൺ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒരു കോർപ്പറേറ്റ് ലെവൽ സംഭവങ്ങളൊന്നുമില്ല. വളരെ സാധാരണമായിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നതും നമ്മൾ അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതും. ഓണർ ഓപ്പറേറ്റഡ് സ്റ്റാഫ് ഫ്രാഞ്ചൈസിയിൽ നമുക്ക് ഓണർക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഏറ്റവും നല്ലത് ഓണർ സ്വന്തമായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാൾ ഇതൊക്കെ പഠിച്ചിട്ട്, വളരെ സിമ്പിളാണ്. ഞാൻ 1 day 1 skill ട്രെയിനിങ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ ഒരുപാട് സ്കില്ലുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ടാണ് ഒരു സ്കില്ല് പഠിപ്പിക്കുന്നത്. CCTV ടെക്നീഷ്യൻ, CCTV ഇൻസ്റ്റലേഷൻ ഒരു ദിവസം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്.
അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ വളരെ ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റും, ഒരു സംശയവും ഇല്ല. കാരണം എൻ്റെ വൈഫ് ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ആള് ഈ ഒരു മേഖലയിലേക്ക് വന്നതും ഇത് പഠിച്ചത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും ആർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ക്യാമറ ഉണ്ടാക്കുന്നവർ, അവര് വിരാഗോട്ടക് എന്ന് പറഞ്ഞ വൈഫിൻ്റെ ഒക്കെ സ്ഥാപനത്തിൽ ക്യാമറ ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പം നല്ല പ്രായമുള്ള 60 വയസ്സിന് മേലുള്ള ആൾക്കാർ വരെയുണ്ട്, അവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് മാത്രം മതി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോകാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക് ആയിട്ടുള്ളൊരു നോളേജ് വേണം എന്നുള്ളത് മാത്രം, ഈ ക്യാമറകളെ കുറിച്ചും ഇതിൻ്റെയൊക്കെ കുറിച്ച്. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് പഠിച്ചെടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞു, CCTV ക്യാമറ നിർമ്മാണ രംഗത്ത് ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് വിരാഗോട്ടക്. അപ്പോൾ അതിൻ്റെ കൂടി ബേസ് ചെയ്തിട്ടാണ്, അതിൻ്റെ കൂടി നമ്മൾ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കൊടുക്കണം എന്ന്, ഇതുപോലെയുള്ള ഒരു വ്യാപകമാക്കണം നമ്മളെ പ്രോഡക്റ്റുകൾ, നമ്മളെ സർവീസുകൾ. നമുക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും അതിൽ ഒരു ഉയർച്ചയ്ക്കുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തുകയും നമ്മളുടെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള ഒരു ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ കാശ് മുടക്കുന്ന ഒരാൾക്ക്, കാശും അധ്വാനവും ഉള്ള ഒരാൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യും. പിന്നെ എപ്പോഴും നിങ്ങളുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി സേഫാണ്. കാരണം നിങ്ങളത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ്, നമ്മളുടെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളത് സ്വീകരിക്കുന്നത്. അപ്പം പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾക്ക് ബാക്കിലോട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം CCTV ക്യാമറയുടെയും സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെയും ഓട്ടോമേഷൻ്റെയൊക്കെ സാധ്യതകൾ നമുക്കറിയാം. ഗേറ്റ് ഓട്ടോമേഷൻ, അതുപോലെ സോളാർ, നമ്മൾ ഇത് വേറെയും പല രീതിയിലേക്കും നമ്മളിത് ഡൈവേർട്ട് ചെയ്യും, ഓരോരോ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യും. ഇപ്പം നമുക്ക് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രോഡക്റ്റുകളും ഇതിലേക്ക് ആഡ് ചെയ്യും. ഇപ്പം AC ഭയങ്കരമായിട്ട് ബൂമിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ സ്വന്തമായിട്ട് AC ഉണ്ടാക്കുകയല്ല. ഇപ്പം നിലവിലുള്ള AC പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ AC ബോർഡുകൾക്ക് അതിൻ്റെ ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. 10,000-12,000 രൂപയൊക്കെയാണ് ഇൻവെർട്ടർ AC ബോർഡിന് വില. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ AC വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബോർഡുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർക്ക് നമുക്ക് വിത്ത് വാറണ്ടി വരെ നമ്മൾ കൊടുക്കും. അപ്പോൾ അവർക്ക് വലിയൊരു ഭീമമായിട്ടുള്ള ഒരു പൈസയ്ക്ക് നമുക്ക് ബോർഡ് വാങ്ങണമെന്നില്ല. നമുക്കതിൽ AC ടെക്നീഷ്യൻസുമായിട്ടുള്ള നമ്മൾ ടൈപ്പോട് കൂടിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അങ്ങനെ ലോക്കൽ മാർക്കറ്റിൽ എന്താണോ നീഡ്സ് അതിനനുസരിച്ച് നമുക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല തരത്തിലുള്ള പല സ്ഥലത്തു നിന്നുള്ള ഒരു ഇൻകമാണ് വരിക, ഡിഫറെൻറ്റ് ഏരിയ എന്നുള്ള ഇൻകമാണ് വരിക. ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനൊക്കെയുള്ള ടെക്നിക്കൽ ടീമിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും ആളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളവിടെ നിങ്ങളുടെ ഫ്രാഞ്ചൈസിയുടെ ലൊക്കേഷനിൽ വന്നിട്ട് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മളത് വർക്ക് ചെയ്ത് തീർത്തിരിക്കും. എന്നിട്ട് നമുക്ക് എന്താണോ അതിൽ എക്സ്പെൻസ് വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റെഡിയാക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കഴിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വരിക. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാം. ഇത് ഓഫീസ് കോഴിക്കോട് ജില്ലയിലാണ്. വിരാഗോട്ടക്കിൻ്റെ ഒക്കെ ഓഫീസിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിൽ മാനിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്. എൻ്റെ വീടും ഇവിടെ തന്നെയാണ്. എല്ലാം വീടിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാം. അപ്പം നിങ്ങൾക്ക് നേരിട്ട് വരാം. നേരിട്ട് വന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലേസിൽ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാം. അതും വളരെ പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ എപ്പോഴാണോ തുടങ്ങാൻ പറ്റുന്നത്, അപ്പം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് തീർക്കാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു സ്പേസ് കാര്യങ്ങൾ കാണണം, അത്രമാത്രം.
അത് എക്സ്പീരിയൻസ് സെൻറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ബിസിനസ്സുകൾ വളരെ എളുപ്പത്തിൽ വളരെ വേഗതയിൽ വിൽക്കാൻ പറ്റൂ. ഇപ്പോൾ ക്യാമറകൾക്ക് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇതിനെത്ര ക്ലിയർ ഉണ്ട്, ഇതിനെത്ര എങ്ങനെയുണ്ട്, അതൊക്കെയുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് വന്നിട്ട് നമുക്കത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം മാത്രമാണ് അവിടെ വേണ്ടത്. കാരണം എൻക്വയറി നമുക്ക് ഉണ്ടാവും, എന്തായാലും ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത്. അപ്പോൾ ലീഡ്സ് നമ്മൾ അപ്പം തന്നെ ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞിട്ട് നേരിട്ട് വരിക. ഞാൻ നേരിട്ട് വന്നിട്ട് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. വിളിച്ചിട്ട് വരണം. ഞാൻ അല്ലാത്ത സമയത്ത് ഓഫീസുകളിൽ ഇവിടെ ഈ ഒരു ഓഫീസിൽ ചിലപ്പം ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെയാണ് ഉണ്ടാവുക. രാവിലെ ഉണ്ടാവാറുണ്ട്. വിളിച്ച് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ രാവിലെ വരാം. കാരണം പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ പല സ്ഥലങ്ങളിലും പോകേണ്ടതായിട്ട് വരാറുണ്ട്. ഈ പ്രൊജക്റ്റ് അല്ല, നമ്മുടെ മറ്റുള്ള റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഓഫീസുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാനുണ്ടാവുന്ന സമയം തന്നെ നോക്കിയിട്ട് വരാൻ ശ്രമിക്കുക. ഇനി വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂം മീറ്റിങ്ങിലൊക്കെ ഇരുന്നിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. വരേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിന് നമുക്ക് ഇതുപോലെ സൂം മീറ്റ് വെച്ചിട്ടും ക്ലിയർ ചെയ്യാം. ഓക്കെ എന്നാൽ അപ്പം നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് നല്ല രീതിയിൽ തീരുമാനം എടുക്കുക. അപ്പോൾ നേരിട്ട് കാണാം.